വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അമ്മയുടെ കാമുകനെ കെണി വെച്ച് കൊന്ന ഒരു മകൻ. ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആലപ്പുഴയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ നാട് ഇങ്ങനെയെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. എവിടെ തിരിഞ്ഞാലും അവിഹിതം. അപ്പം ഇത് കുറേ നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇങ്ങനൊരു കെണി വെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അമ്മയുടെ അവിഹിതമാണ്. അപ്പൊ എന്താ നമ്മളിപ്പോ പറയാൻ തന്നെ ഒന്നുമില്ല. ആ മകന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയ്ക്ക് ഇപ്പൊ നമ്മുടെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയാ, നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതിനേക്കാൾ ഇരട്ടിയായിരിക്കില്ലേ ആ മകന്റെ മാനസികാവസ്ഥ. കിരൺ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പൊ കിരൺ അങ്ങനെ ചെയ്യാൻ കാരണം അമ്മ ഇങ്ങനെ അവിഹിതം അച്ഛൻ എന്ന് വെച്ചാൽ ഭർത്താവ് ഉണ്ടായിട്ട് പോലും വേറെ ഒരുത്തരുമായി, എന്ന് വെച്ചാൽ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഒരുത്തരുമായിട്ട് ഇങ്ങനെ അവിഹിതം, എന്താ പറയാ, ശാരീരികമായിട്ടുള്ള അവിഹിതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഇതുപോലെയല്ലേ തോന്നുന്നത്. ഇത്രയും വൃത്തികെട്ട സ്ത്രീക്ക് വേണ്ടി എന്തിനവൻ കൊലയാളിയായത്? ഒന്നെങ്കിൽ ആ സ്ത്രീയായിരുന്നു കൊല്ലേണ്ടത്. അവനെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് ആ സ്ത്രീ ആയിരിക്കും. ആ സ്ത്രീ ഇനിയും വേറെ ആരെങ്കിലും തേടി ഇങ്ങനെ പോകും. ഇങ്ങനെ കുറേ നാളായി ഇത് തുടങ്ങിയിട്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഇയാളില്ലെങ്കിൽ വേറൊരുത്തൻ, അങ്ങനെയായിരിക്കും ആ സ്ത്രീക്ക് തോന്നി. ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ അറിയാം ആ ചെക്കന് എത്ര പ്രായമുണ്ട്, 24 എത്ര വയസ്സുണ്ടാവുള്ളൂ. എന്നാൽ ഇപ്പൊ തന്നെ പ്രതിയായി, ഇപ്പൊ തന്നെ എന്താ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? അപ്പൊ ഇത് വൈദ്യുതി കെണി വെച്ചിട്ടാണ് അയാളെ കൊലപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പൊ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ മകന്റെ ഭാവി എന്താകും അല്ലേ? ആ മകന്റെ ഭാവി എന്താകും? ഇങ്ങനെയുള്ള കേസുകൾ എന്താ പറയുക, ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഉള്ള അവിഹിതങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ പോകുന്നത്? ഇത്രയും വലിയ പ്രായപൂർത്തിയായ മകൻ ഉണ്ടായിട്ടും അവിഹിതം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എത്ര ലജ്ജാകരമാണ് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ മകന്റെ അവസ്ഥ. ആ മകന് അങ്ങനെ ചെയ്യണമെങ്കിൽ ആ മകന്റെ അവസ്ഥ എത്ര മാത്രം ഇതായിരിക്കും. ഒരാളെ കൊല്ലണം എന്നുള്ള ദൃഢവിചാരത്തിൽ പല തവണയായിട്ട് കെണി വെച്ചിട്ട് അയാളെ വകവരുത്താൻ പറ്റിയില്ല. അവസാനത്തെ കെണിന് അയാളെ വകവരുത്താൻ പറ്റി. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനകത്ത് അച്ഛനും കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. അമ്മയും അച്ഛനും എല്ലാവരും പ്രതികളാണ് ഇതില്. ഇപ്പൊ അയാളുടെ ദിനേശൻ എന്നാണ് അയാളുടെ പേര്. ഈ അവിഹിതം ഉള്ള ആളുടെ പേര് ദിനേശൻ എന്നാണ്. ആ ദിനേശന്റെ മകള് പോലും ഇയാളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. കാരണം അച്ഛന്റെ സ്വഭാവം ഇത്ര വൃത്തികെട്ട രീതിയിലുള്ള സ്വഭാവമാണെന്ന് അറിഞ്ഞത് കൊണ്ട് മകള് പോലും അയാൾക്ക് എതിരെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. അച്ഛൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു വൈകൃതം ഉണ്ടോ എന്ന് ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ കുറെ വന്ന് തിരുത്താൻ ശ്രമിച്ചതാണ്, പക്ഷെ അത് പറ്റിയില്ല. അതുകൊണ്ട് അത്ര വലിയ സങ്കടമൊന്നും ആ മകൾക്കുള്ളതായിട്ട് തോന്നുന്നേ ഇല്ല. മകൾക്കും ഭാര്യയ്ക്കും അവിടെയുള്ള എല്ലാവർക്കും ആയിട്ട് തോന്നുന്നേ ഇല്ല. അപ്പം ഞാൻ ആലോചിക്കുന്ന അതല്ല, എന്താണ് ഇങ്ങനെ ഈ അവിഹിതം ചെയ്യാൻ കാരണം? ഇത്രയും ഇത്രയും പ്രായപൂർത്തിയായ ഒരു മകനുണ്ടായിട്ട് ആ മകനെ നോക്കാതെ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ ഇങ്ങനെ അവിഹിതമായി നടക്കുന്ന ഈ സ്ത്രീയൊക്കെ അല്ലേ ആദ്യം എടുത്ത് ചവിട്ടിക്കൂട്ടി എറിയേണ്ടത് അല്ലേ? ആദ്യം ഈ സ്ത്രീയല്ലേ കൊല്ലേണ്ടത്? പക്ഷെ നിയമപരമായിട്ടേ പോകത്തുള്ളൂ. എന്തായാലും അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. നിയമം കയ്യിലെടുക്കാൻ ആർക്കും തന്നെ അവകാശമില്ല, അർഹതയുമില്ല. നിയമത്തിന്റെ വഴിയെ തന്നെ പോകും. പക്ഷെ എന്തെങ്കിലും വിളവ് ചെയ്ത് കൊടുക്കുമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യണമായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവിഹിതം ഉണ്ടെങ്കിൽ അമ്മേനെ ആയിരുന്നു ആദ്യം കൊല്ലേണ്ടത്. 100% 99% കിരണ് അനുകൂലമായിട്ടുള്ള കമൻസ് ആണ് വരുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്ക്, അയാൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടു. എന്ത് പ്രയോജനമുണ്ട് ഇതിനകത്ത്? ഇപ്പം ആർക്ക് എന്ത് പ്രയോജനം ഉണ്ടായിട്ടുള്ളത്? മകന്റെ ലൈഫും പോയി. ഇപ്പൊ എന്താ ഈ മുഖത്ത് കാണുന്നതിന് അറിയില്ലേ?
അവൻ അത്ര ആ മോൻ കാണുമ്പോൾ തന്നെ അറിയാം അവൻ എത്രമാത്രം വേദനിച്ച് ഉരുകിയായിരിക്കും ആ പ്രവണത ചെയ്തിട്ടുണ്ടാവാന്ന് നമുക്ക് മനസ്സിലാവില്ലേ. അത്രമാത്രം അവൻ്റെ നെഞ്ച് പിളർന്ന് കാണും. നെഞ്ച് എന്താ, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവിഹിതം ഉണ്ടല്ലോ, എന്നെ നോക്കിയില്ല, എന്നെ നോക്കണ്ട, എൻ്റെ അച്ഛനെ പോലും നോക്കിയില്ല എന്നുള്ള ഒരു അവിഹിതം ഉണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോഴും അവന് ഇപ്പൊ സപ്പോസ് നമ്മളാണ് ആ സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. സത്യം പറയാലേ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ. ഞാൻ എന്തായിരിക്കും ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ അങ്ങനെ അപ്പൊ ഇതേപോലുള്ള ദിനേശന്മാര് ഇനിയും വരും. അതേപോലെ അശ്വമ്മ എന്നാണ് ആ സ്ത്രീയുടെ പേര്. അങ്ങനെയുള്ളവരൊക്കെ ഇനിയും വരും. ഇനി ഇങ്ങനത്തെ കഥകളും ഇനി ഇങ്ങനത്തെ ഒന്നും വരാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു.